താര കല്യാണം മകളും കൂടെ ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് അർജുൻ മരുമകനുമായിട്ട് കുറച്ച് അടുത്ത് ഇടപഴകുന്ന ഒരു സീൻ ക്യാപ്ചർ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് ഇന്നത്തെ എൻ്റെ വിഷയം. നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാര സമ്പന്നത എന്താണെന്ന കമൻസിൽ പോയി നോക്കിയാൽ കാണാം. കുറേയധികം കട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട് ഒരേ ലെവലിലുള്ളത്. അതൊരു ഭയങ്കര ആഘോഷമായിട്ട് എടുത്തിരുന്നു. വാസ്തവത്തിൽ ഇപ്പോഴത്തെ ചാനലുകാർക്കൊക്കെ ഇതാണ് കുറച്ച് ഇഷ്ടം. ഗോസിപ്പ് ഇങ്ങനെയുള്ള കുറേ ടേംസാണ്. ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ ടൈം ലൈനിൽ തന്നെ, ഞാനും എൻ്റെ മൂത്ത മകനുമായിട്ടുള്ളത്. അയ്യോ, എൻ്റെ സ്വന്തം കുഞ്ഞാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മകനാണ്. താഴെ വരുന്ന കമൻസ് കണ്ടാലുണ്ടല്ലോ അപാരം. ശത്രുക്കൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. നമ്മൾ വിമർശനത്തിനും അത്യാവശ്യം ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരെയും നല്ലതായിട്ടൊന്നും പറയാനൊന്നും നോക്കത്തില്ല. അപ്പം ചില പോരായ്മകളും കുറവുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ അത് അവരുടെ കുറ്റം കൊണ്ടാണെങ്കിൽ തീർത്തും പറയും. അതിനകത്ത് ശത്രുത വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അമ്മയും മകനെയും വെച്ച് മോശം പറയുന്നതല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയം നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. താരാ കല്യാണം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എനിക്ക് മനസ്സിലാവും. ഇതുവരെയും വന്നിട്ടില്ല. ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ താരാ കല്യാണം വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുൻപൊരു ദിവസം ഇവർ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഭർത്താവ് മരണപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും മകളെ കെട്ടിച്ചു കൊടുക്കുക. അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്നല്ല, ആ ഒരു അസാന്നിധ്യം അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മരിച്ചുപോയ ഭർത്താവ് അടുത്തില്ല, വല്ലാത്തൊരവസ്ഥയാണ് അത്. ഒരേ ഒരു മകളുടെ വിവാഹം. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ ഒന്ന് കംഫർട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മരുമകൻ കുറച്ച് അടുത്ത് കൂടുതൽ ഇടപഴകിയത്. ഇനി ഈ താരാ കല്യാണിൻ്റെ മരുമകൻ അർജുൻ, അവർക്ക് കുടുംബപരമായിട്ട് അറിയാം, പരസ്പരം സുഹൃത്തുക്കളാണ്. മാത്രവുമല്ല താരാ കല്യാണിൻ്റെ കൂടെ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് ഈ നൃത്തം പഠിക്കാൻ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണ്. അവർക്ക് നന്നായിട്ട് അവരെ മനസ്സിലായിട്ടുണ്ട്. അമ്മയെ പോലെ എന്നല്ല, അമ്മയായിട്ട് തന്നെയാണ് അവൻ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷേ വിവാഹ ദിവസം ഇങ്ങനെ കാണിച്ചപ്പോൾ വളരെ പക്കാ മോശമായിട്ട്, ഒന്നും വായിക്കാൻ പോലും പറ്റാത്ത വണ്ണം അത്രയും ഭീകരമായ വൃത്തികെട്ട കമൻസിലൂടെയാണ് മലയാളികൾ അവരെ എതിരേറ്റത്. അന്ന് മനസ്സ് തകർന്ന് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയതാണെന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് വികാര വിക്ഷോഭയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു താരാ കല്യാൺ. സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ. എനിക്കിതിനകത്ത് ഒരു വിഷയം പറയാനുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ ഒരിക്കൽ പാസ്സായതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഇവർ പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. സ്വന്തം മകനെ അമ്മയും തന്നെ വിടുന്നില്ല. അപ്പോൾ പിന്നെ മരുമകൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പം ഇവർ കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡ് അത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു പബ്ലിക് സ്പേസിൽ അത് ചെയ്യണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവർക്കത് ചെയ്യാൻ പാടില്ല എന്നല്ല. അതൊക്കെ വീട്ടിൽ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അവസരങ്ങളിൽ വീട്ടിൽ ഒരു കുഴപ്പവുമില്ല, ആരും ഒന്നും പറയത്തില്ല. പക്ഷെ ഒരു പബ്ലിക് സ്പേസിൽ അത് എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളണമെന്നില്ല. അത് കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഭാഗം. ആ ചെക്കന് തീരെ ബോധമില്ലാത്ത കണക്കാണ് ചില നേരം പെരുമാറുന്നത്. ഇതിൽ കൂടെ ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ളത് ആ അമ്മയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മക്കൾക്കൊപ്പം ചേർത്ത് നമ്മളെ പറയുന്ന ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാനോ സഹിക്കാനോ പറ്റത്തില്ല. അസൂയാലുക്കളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എങ്കിൽ പോലും ഈ 3 പേരും അങ്ങനെ അസൂയ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു പബ്ലിക്കിൽ ആരെയും അങ്ങനെ ഒരു രീതിയിലുള്ള പോക്കിങ് കൊടുക്കുന്നതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താം. ഇതേപോലെ തന്നെയാണ് മകളുടെ കേസിലും. മകൾ ചെയ്യുന്ന ജോലിയെ ബേസ് ചെയ്തിട്ട് അവരതെടുത്ത് വീഡിയോയിലിടുന്നു. അത് കാണുന്നവരൊക്കെ തന്നെ അവൾ അമിതമായ ജോലി ചെയ്യുന്നു എന്നൊരു ഫോം പറയുന്നുണ്ടായിരുന്നു. പലരും അതിനെപ്പറ്റി വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉള്ളത് കൊണ്ടാണ് ഞാൻ മൗനമായിട്ടിരുന്നത്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ അടിക്കാൻ വരും. അത് മാത്രമല്ല, അത്രയും ജോലി ചെയ്യുന്ന സൗഭാഗ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ജിമ്മിൽ പോയി എത്ര നേരം വർക്കൗട്ട് ചെയ്യും, അവിടെ ചെയ്യുന്ന വർക്കൗട്ട് തന്നെയാണ് ഇതിൽ കൂടെ തീർക്കുന്നത്. ഇത് ജോലിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളൊരു സിമ്പതി കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഹെൽത്തി ആയിരിക്കും അവർ. ഇതിനകത്തൊക്കെ ഇടപഴകി ആ മൃഗങ്ങളുമായിട്ടൊക്കെ ചേർന്ന് അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അതുങ്ങളെ പരിപാലിക്കുമ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യവും ഒരു സന്തോഷവും അവരുടെ പേര് പോലെ തന്നെ അത്രയും സുന്ദരമാണത്. അപ്പോൾ അത് ആരൊക്കെയോ പറയുന്നത് അടിമപ്പണിയാണ്, കൂലിപ്പണിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കുറേ കമൻസ് ഞാൻ കണ്ടിരുന്നു. ഒരു കാര്യവും ഇല്ലാതെയാണ് അവരെ ആക്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ഫാമിലി. അത് ഇതേ വേഷൻ ഇതേ ഏജ് ലെവൽ തന്നെയാണ് പേളി മണിയുടെ കുഞ്ഞിന്. പക്ഷെ അതിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടുന്നത്. കാരണം അവളുടെ അത്രയും ഒരു ആക്റ്റീവായിട്ട് സൗഭാഗ്യം നിൽക്കുന്നില്ല. പക്ഷെ അവളെക്കാൾ കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് സൗഭാഗ്യം കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്.
അവർ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അവർ അതുമായിട്ട് ചുരുണ്ടു കൂടാതെ അവർ ചെയ്യുന്ന വർക്കുകൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിടുന്നു. സാധാരണ ഇപ്പോൾ വീട്ടമ്മമാരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ കണ്ടാൽ എങ്ങനെയായിരിക്കും, ചോറ് വയ്ക്കുന്ന, കറി വയ്ക്കുന്ന, തൂത്തുവാരി ഒതുക്കി തുടച്ചു, ഇതൊക്കെയല്ലേ. പക്ഷെ അതിൽ നിന്നൊരു പടി കൂടെ പോയി പശു, ആട്, കോഴി ഇതിനെയൊക്കെ നോക്കുന്നു, പട്ടിയെ വളർത്തുന്നു, പട്ടിക്ക് ആഹാരം ഉണ്ടാക്കുന്നത്, പ്രിപ്പറേഷൻ കാണിക്കുന്നു, ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടിയെ കൊണ്ടുവിടുന്നത് കാണിക്കുന്നു. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടാണ് നമുക്ക് കാണിച്ചിരുന്നത്. അക്കൂടെ മേക്കപ്പും അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന നൃത്ത വിദ്യാലയത്തിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ അയാൾ കുറച്ച് ലേസി ആയിട്ട് പലർക്കും പെട്ടിട്ടായിരിക്കും അയാളെ വല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പബ്ലിക് സദസ്സിൽ ഇവർ ഇപ്പോൾ ഈ കാണിച്ച ഒരു വീഡിയോ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പബ്ലിക് സ്പേസിൽ ഇത്തരത്തിൽ ഒഴിവാക്കണം. ഇത് മകൻ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇത് മരുമകൻ ആയതുകൊണ്ടും ഈ മരുമകനെ മറ്റവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല അതൊരു ജോക്കല്ല, ഇതിൽ കൂടെ കിട്ടാവുന്ന മാക്സിമം ആയിട്ട് വാങ്ങിച്ചെടുക്കും താരാ കല്യാണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മകൻ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്നുമല്ല. പക്ഷെ ചില ഇടങ്ങളിൽ നമ്മൾ ചില കൺട്രോൾ ചെയ്തിട്ടില്ല വെച്ചാൽ അത് വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, അവർ വല്ലാണ്ട് തകർന്നു പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു പ്രാവശ്യം അവർ വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്നതും കരയണതും ഒക്കെ കണ്ടതാണ് ഇതേ സെയിം സിറ്റുവേഷനിൽ. അന്നും പലരും കമൻ്റ് ഇട്ടിരുന്നത് അത് അങ്ങനെ ഒരു സംഗതി കാണിക്കണ്ടായിരുന്നു എന്നുള്ളതാണ്, ഓവറായിട്ടുള്ള കെട്ടിപ്പിടുത്തം ഇതുമൊക്കെ. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ തോന്നാനിരിക്കുന്നത്, ഇതൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വയ്യ. നമ്മുടെ വല്ലാത്ത മ്ലേച്ഛമായി കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെ ബോധ നിലവാരം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഞാൻ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അടിക്കാൻ വരണ്ട, ഞാൻ വായിച്ച കമൻസിലാണ് അതുള്ളത്. മൾട്ടിവിഷൻ മീഡിയ എന്ന് പറയുന്ന ചാനലിലാണ് ഇതുള്ളത്. അത് വന്ന കമൻറ്റ്, ഇവൻ അമ്മായിയമ്മയെയും മോളെയും പൂശു. എന്ത് വൾഗർ കമൻ്റാണ് നോക്കൂ. എന്നിട്ട് അതിന് കിട്ടിയിരിക്കുന്ന ലൈക്സാണ് 103 ലൈക്ക്. അപ്പം അവനെ പോലെ തന്നെ വൃത്തികെട്ട 103 പേരുണ്ട്. എൻ്റെ പേര് പ്രവീൺ കെ എന്നാണ്. മോശം അമ്മായിയമ്മ എന്നാൽ അമ്മയാണടോ മാഷേ, മറുപടി ഇട്ടിരിക്കുന്നതാണ്. അതിനും ഉണ്ട് മറുപടി, തീർച്ചയായും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റില്ലെന്ന് വെച്ച് എല്ലാവരെയും ഒരേ കണ്ണിൽ കാണരുത്. പ്രായത്തിലല്ല അവർക്ക് നമ്മൾ നൽകുന്നത് അമ്മ എന്ന സ്നേഹമല്ലേ. അപ്പോൾ അവരെ കണ്ടാൽ കുറച്ച് ചെറുപ്പമാണല്ലോ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞവൻ ഇങ്ങനെ ചെയ്യുന്നവനാവും, അവൻ്റെ സംസ്കാരമല്ലേ പുറത്ത് കാണിക്കുക. പിന്നെ കുറെ തെറിയ. നീ പ്രവീൺ കെ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയല്ല അമ്മായി അമ്മമാരും ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞത് സത്യമായ കാര്യമാണ്. അത് ജോ എന്ന് പറയുന്ന ആളിട്ട കമൻ്റാണ്. കറക്റ്റാണ്. പരസ്പരം അറിയിക്കാതെയാണ് സംഭവം. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ വേറൊരു കമൻ്റ് ഉണ്ട്, അനുബന്ധമായിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അവിടെ നിൽക്കണം, അവിടെ നിർത്തണം, അങ്ങനെയാവണം ബന്ധങ്ങൾ. അത് അക്കു കൽവിലെ കൂട്ടുകാരൻ. ഇങ്ങനെ ഒരു മരുമോനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യം ചെയ്ത അമ്മയാണ്. വിൽസൺ സത്യമാണ്, ഭാഗ്യം ചെയ്ത അമ്മയായതുകൊണ്ട് അവർ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അവരെ. അവർ അത്രയ്ക്ക് സ്നേഹമുള്ളവർ, ചെറുപ്പം മുതലേ അറിയുന്നവൻ. ഇതൊക്കെ വളരെ മോശമാണ്. അത് എഴുതിയിരിക്കുന്ന മനോഹരൻ ശ്രീധരനാണ്. അമ്മയെ കടിച്ചാൽ നല്ലത്, അമ്മായി അമ്മയെ കടിച്ചാൽ മോശം. അവരും അവൻ്റെ അമ്മ തന്നെ. ചില ആൺകുട്ടികൾ വളരെ സ്നേഹമുള്ളവരാണ്, അത്രമേൽ വാത്സല്യമുള്ളവരും. ഇത് കണ്ട് അമ്മായി അമ്മയെ കടിക്കാൻ പോയവൻ്റെ കാര്യം ശിവനെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഏതായാലും മകളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ വൃത്തികേട് കാണിക്കണ്ടായിരുന്നു അനസ്. ഇത് ഒത്തിരി ഓവറായിപ്പോയി. പിന്നെ തെറിയാണ്. സന്തോഷ് എന്ന് പറയുന്ന ആൾ ഒരാൾ തെറിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പന്ന മലരൻ പെണ്ണും പുള്ളയുടെ കവിളിൽ കടിക്കും പോലെയല്ലേ അമ്മായിയുടെ കവിളിൽ കടിക്കുന്നത്. സദാചാരക്കാരുടെ കമൻ്റാണല്ലോ എല്ലാത്തിനും. വേറെ ഒരു അർത്ഥം കണ്ടുപിടിക്കും. വിവരമില്ലാത്തവർ. അവർ ഗുരുവും ശിഷ്യയുമാണ്. അതിലുപരി അവരുടെ മകളുടെ ഭർത്താവാണ് മകന് തുല്യം. ഇത് ഗീതാ സജിൻ എഴുതിയതാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇത് സദാചാരക്കാരുടെ എന്തിനാ ഇതെല്ലാം നിങ്ങൾ കാണിക്കുന്നത് എന്നാണ് ആഷിദ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇത് വളരെ മോശമായിപ്പോയി. അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനമാണ് വേണ്ടത്. ഇതൊരു കാമുകിക്ക് കൊടുക്കുന്നത് പോലെ തരമായി. ഇതിന് മോശം കമൻ്റ് ഇട്ടവരുടെ കാര്യം കഷ്ടം. വിഷം കണ്ണിലും മനസ്സിലും നിറഞ്ഞവരോട് എന്ത് പറയാൻ. പൊതുജനം വിമർശിക്കുമ്പോൾ കുറ്റപ്പെടുത്താൻ എത്തും. അവരവർ നിൽക്കേണ്ട സ്ഥാനത്ത് അത് വിട്ടുപോകുമ്പോൾ പൊതുജനം വിമർശിക്കും. അത് സ്വാഭാവികമാണ്. റെസ്പെക്റ്റ് ഇല്ലാത്ത മരുമോൻ. ഇയാൾ ഒരു പോക്ക് കേസാണെന്ന് തോന്നുന്നു. ഇത് കാണുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. താരാ കല്യാൺ ഇഷ്ടപ്പെടുന്ന ആക്ടറും നർത്തകിയുമാണ്. അവരെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന പ്രകടനം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് എൻ്റെ പോയിന്റാണ്. കാരണം
ഇതിൽ കൂടെ ബാധിക്കപ്പെടാൻ പോകുന്നത് താരാ കല്യാൺ തന്നെയാണ്. അപ്പോൾ താരാ കല്യാൺ അത് കെയർ ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് അത്ര രസമുള്ള കാര്യമല്ല. തുടങ്ങി കമൻസാണ്. കമൻസ് അത്രയും കമൻസ് ഉണ്ട്. ഇഷ്ടംമാതിരി എടുത്ത് കൊല്ല ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ലൈക്കുമുണ്ട് കേട്ടോ. അത്യാവശ്യം 3.7K ലൈക്കുമുണ്ട്. കാരണം മരുമകൻ അങ്ങനെ കെയർ ചെയ്യണതും സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്ന അമ്മായിയമ്മമാരുമുണ്ട്, അതില്ല എന്ന് പറഞ്ഞൂടാ. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഒന്നാമത് അവരുടെ ഒരു ഡ്രസ് കോഡും അവരൊരു കുറച്ചുകൂടെ യങ്ങാണ്. അപ്പോൾ അതും കൂടെയൊക്കെ വെച്ചിട്ട് ആളുകൾ മോശം പറയും എന്നുള്ളതാണ്. എന്ത് തന്നെ ആയിരുന്നാലും താരാ കല്യാൺ ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്, സഹിക്കാൻ പറ്റുന്നതല്ല. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെയും ഇതുപോലെയൊക്കെ ചില നേരം ശത്രുക്കൾ പറയാറുണ്ട്. പ്രായമാകുന്നതോ ആകാത്തതൊന്നുമല്ലോ, ബന്ധങ്ങൾ എന്താണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകത്തില്ലേ? അതെങ്ങനെയാണ് പെട്ടെന്ന് ആ ബോധം ഇല്ലാതെ കയറി മരുമോൻ്റെ പുറത്തേക്ക് ആരെങ്കിലും കയറി? ഒരിക്കലും ഉണ്ടാവത്തില്ല. പക്ഷെ ഇത് സത്യത്തിൽ ഒരു വ്യക്തിയെ കൊല ചെയ്യാൻ മാത്രം ഉതകുന്നതാണ്. അവരുടെ സന്തോഷം കണ്ടിട്ട് അസൂയ പൂണ്ട കുറേ വൃത്തികെട്ട ജന്തുക്കൾ അവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. വല്ലാണ്ട് സംസ്കാരം കൂടി പോകുന്നു മലയാളികൾക്ക് എന്നാണ് മനസ്സിലാവുന്നത്. ഇത് 4-5 പോർഷനായിട്ട് 4-5 വീഡിയോസായിട്ട് പലയിടങ്ങളിൽ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇതേ ബഹളം തന്നെ. ഒരു രക്ഷയുമില്ലാത്ത ആക്രമണമാണ് താരാ കല്യാണിനെതിരെ അഴിച്ചു വാരി വിട്ടിട്ടുള്ളത്. സദാചാര കുരു പൊട്ടി ഒലിക്കുകയാണ് ആൾക്കാർക്ക്. ഇത് സദാചാരമൊന്നുമല്ല, നല്ല മുഴുത്ത അസൂയാണ്, അത്രയേ ഉള്ളൂ. അത് പബ്ലിക് പ്ലേസിൽ കാണിക്കണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിരുദ്ധാഭിപ്രായമാണ്. ഒന്നാമത് അവർക്ക് ഇങ്ങനെ ഒരു അലിഗേഷൻ നിലനിൽക്കുന്നതിനാൽ കുറച്ച് കെയർ ചെയ്യണം. അമ്മയും മകനും ആണെങ്കിൽ ഞാൻ അത്രയും പറയത്തില്ല, അത് സാരമില്ലെന്ന് പറയാം. ആ അമ്മയും മകനും അല്ലേ, പറയുന്നവരുടെ നാക്കിന് ആണ് ഭ്രാന്തെന്ന് പറയാം. പക്ഷേ ഇത് മരുമകനായതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ബന്ധങ്ങൾക്കൊന്നും ഇതേ രീതിയിലുള്ള ഒരു ഇൻറ്റിമസി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ ഇതൊക്കെ മാറി വരുമെന്നൊന്നും അറിയത്തില്ല. അവർ ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കമൻസുകളൊക്കെ ആയിരിക്കും അവർക്ക് മകൾക്കൊപ്പം വന്ന് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അല്ലെ, ഒരു മോളല്ലേ ഉള്ളൂ, കൂടെ പോയി നിൽക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതുപോലുള്ള മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾക്കേണ്ടി വരുമെന്നുള്ള ഭയന്നിട്ടായിരിക്കും പാവ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് തോന്നുന്നു. എന്തു തന്നെ ആയാലും വേദനാജനകം. ഇപ്പോഴല്ല, 1-2 ദിവസത്തിനകം അവരുടെ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈസെൽഫ് പറയുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യം തോന്നിയ അതാണ് ആ കമൻസൊക്കെ. അവർ ചെയ്തത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി. അവർ ഭാഗ്യം ചെയ്തവരാണ്, അത്രയും സ്നേഹിക്കുന്ന ഒരു മരുമകനെ കിട്ടിയതിൽ. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.